മനസ്സിലായില്ല? 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കണ്ണൻ, ജയറാം കണ്ണൻ. ജയറാം കണ്ണൻ. എനിക്ക് തോന്നുന്നു ജർമ്മൻ 26 ഇയേഴ്സ് ഉണ്ടായിരുന്നു. 26 വർഷം ഉണ്ടായിരുന്നു. 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? 26 വർഷം. അല്ല, ജയറാമേട്ടൻ അതിനെ ഈ നടക്കിൽ ഇരുത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര ദിവസം ജയറാമേട്ടൻ ഉറങ്ങാതിരുന്നാണ്. അല്ല, നടക്കുന്നിരുത്തിയിട്ടില്ല, എന്റെ കൂടെ തന്നെയായിരുന്നില്ലേ. ആന ചെരിഞ്ഞു ഇപ്പില്ല. ആണോ? ആ, അപ്പോ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരുപാട് ആനകൾക്ക് TB അസുഖം വന്നിരുന്നു. അതായത് അമ്പലപ്പറമ്പുകളിലൊക്കെ പോകുമ്പോ വെള്ളം കുടിക്കുന്ന ഒരേ സ്ഥലത്തു നിന്നായിരിക്കും. അപ്പൊ ആന ആദ്യം അതിനകത്തേക്ക് സ്പിറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് വെള്ളം വലിക്കുന്നത്. അപ്പൊ അസുഖമുള്ള ആനകളിൽ നിന്ന് പല ആനകൾക്കും TB അസുഖം വന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ആനയ്ക്കും വന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കി, അത് സാധിച്ചില്ല. ആന പെട്ടെന്ന് ക്ഷീണിച്ച് വരും, വയ്യാണ്ടാവും, ശ്വാസം കിട്ടാതാവും, നടക്കാൻ പറ്റാതാവും. അതിന് ഒരുപാട് ആനകൾക്ക് വന്നു. ആ പീരീഡിൽ വന്ന ഒരുപാട് ആനകൾക്ക് വന്ന കൂട്ടത്തിലും വന്നാണ് അവൻ ചെരിഞ്ഞു പോയത്. ഇത് ഒറ്റ ഇതുള്ളൂ, കേരളത്തില് ആർക്കെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആനയാണ്. രാത്രി കെട്ടിക്കുന്ന സ്ഥലത്ത് ആര് വിളിച്ചാൽ അതിന്റെ കൂടെ പോകും. അത്ര പാവം പിടിച്ച ആനയാണ്. ഒന്നും ചെയ്യത്തില്ല, അറിയാത്തവരാണെങ്കിലും ഒന്നുമില്ല. അത്ര എന്തായാലും ഇഷ്ട ഭക്ഷണം എന്തായിരുന്നു? ജയറാമേട്ടൻ ഏറ്റവും കൂടുതൽ കൊടുത്തോണ്ടിരുന്ന ഏതായിരുന്നു? അവനെ ഞാൻ കാണുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടം എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കപ്പലണ്ടി മിഠായില്ലേ, കടല മിഠായില്ലേ, അത് ഞാൻ എന്റെ കയ്യിൽ ഒളിച്ചു വെച്ച് അവൻ അപ്പറ എങ്ങനെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനല്ലേ? പിന്നെ 30 വർഷം മുമ്പ് ആ വീട്ടിൽ പോയിട്ട്, 30 അല്ല, ഒരു 27-28 വർഷങ്ങൾക്ക് മുമ്പ് പരവംപറമ്പിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയും. പരവംപറമ്പിൽ അയ്യപ്പൻ എന്നായിരുന്നു പേര്. പിന്നെയാണ് ഈരാറ്റുപേട്ട അയ്യപ്പനെ മാറ്റിയത്. എന്താ ഇതിന്റെ പ്രത്യേകത ഏട്ടാ? കോടനാട് കൂട്ടിൽ ആനയാണ്. കോടനാട് കൂട്ടിൽ 77 ലേലം വിളിച്ച ആനയാണെന്ന് ചെറിയ കുട്ടിയാനയായിട്ട് കൊണ്ടുപോയതാണ്. പലരും കൈമാറി. ഇപ്പൊ പരവംപറമ്പിൽ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നാടൻ ആനയുടെ ഭംഗി, ഇത്രയും ഭംഗിയുള്ള ആന വേറെ ഉണ്ടോ? ആനയില്ല, അതിന്റെ കൊമ്പ്, ചീള്, തലക്കുന്നി, മസ്തകം, പെരുമുഖം, അതിന്റെ തുമ്പിക്കേട്, ഇത് നല്ല വെളുത്ത നഖം, അമരം, നട എല്ലാം നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. അപ്പൊ ഇനി അടുത്ത നമ്മൾ കാണിക്കാൻ പോവാണ്. അയ്യോ, പേരെഴുതുന്നുണ്ടോ അപ്പുറത്ത്? ഇത് കറക്റ്റ് ആവുമ്പോഴേ എഴുതുള്ളൂ. ഓ, അങ്ങനെയാണോ? ജയറാമേട്ടൻ കറക്റ്റ് പറഞ്ഞാലേ ഞങ്ങൾ എഴുതുള്ളൂ. അപ്പൊ ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനാണ്, ആനപ്രേമികൾക്ക് വേണ്ടി. അപ്പൊ നെക്സ്റ്റ് ആന ഇത് മീനാടാനയാണോ? പെട്ടെന്ന് ഇതിൽ കാണുമ്പോ ആഹാ, ഇത് ഇനിയിപ്പോ ഇന്ദ്രസനാണോ? അത് എനിക്ക് കൊമ്പ് കാണുമ്പോ ഇന്ദ്രസനാണല്ലേ? ഗുരുവായൂർ ഇന്ദ്രസനാണോ? ആണോ? പേര് നോക്കട്ടെ. കറക്റ്റ്. ഇത് ഒരുപാട് മുമ്പുള്ള ഫോട്ടോ ആണ്. ഇന്ദ്രസിന് കൊമ്പ് വലിപ്പം വന്നിട്ട് ഭയങ്കര ഇതായില്ലേ? അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടാത്തത്. കൊമ്പ് നോക്കിയാണോ കേട്ടോ? കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കൊമ്പ് നല്ല വലിപ്പമായി കഴിഞ്ഞ ആനയ്ക്ക് ഭയങ്കര വലിപ്പം. ഇതിന്റെ ഐഡന്റിറ്റി എന്താ മനസ്സിൽ? ഐഡന്റിറ്റി, ഇന്ദ്രസൻ ആനക്കോട്ടയിലുള്ള ഏറ്റവും നല്ല ആനകളിലാണ്. ആ ചെവിയുടെ ഒക്കെ നല്ല, അതിന് നല്ല മതഗിരി എന്നാ പറയാ. നല്ല മതഗിരി, നല്ല വാൽ, നല്ല ചെവി, നല്ല വാൽ ചെവി. ആ മതഗിരിയുടെ കളറൊക്കെ കണ്ടില്ലേ? നല്ല പിങ്ക് കളറിലുള്ള അത്, നല്ല വീണെടുത്ത കൊമ്പ്, നല്ലതെല്ലാം. അത് ഒരുപാട്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോവാണ്. അടുത്തത് പ്ലീസ്. ഇതൊന്നും നോക്കണ്ട. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള ആനയാണ് ഗുരുവായൂർ നന്ദൻ. ഏറ്റവും ഭാരമുള്ള ആനയാണ്. നല്ല ചുവന്ന മതഗിരിയാണ്. നല്ല ഭയങ്കര ബോഡി വെയിറ്റ് ആണ്. ആന എത്രയോ, എനിക്ക് തോന്നുന്നു 6 ടണ്ണോ 7 ടണ്ണോ ആണ് വെയിറ്റ്. ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ്. അടുത്തത് ദൈവമേ, ഇത് അയ്യോ, ഇത് മേലല്ല, ഇത് ഒരു പഴയ, ഇല്ലല്ല, ഇതൊരു പഴയ ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊമ്പ് കണ്ടിട്ട് എനിക്ക് നമ്മുടെ അല്ല, ബാഹുബലിയിലേക്ക് അഭിനയിച്ച മറ്റേ, ഒരു മിനിറ്റ്, അയ്യോ, ചിറക്കൽ കാളിദാസനാണോ നോക്കൂ. ഇതും പഴയ ഫോട്ടോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. ചിറക്കൽ കാളിദാസ് എന്റെ കൂടെ അഭിനയിച്ച ആനയല്ലേ? ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമ്മുടെ പട്ടാഭിഷേകത്തിൽ ഒരു ആനയോട്ടം ഉണ്ട്. ആനയോട്ടത്തിൽ എന്റെ ആനയുടെ തൊട്ടു പുറകെ ഓടുന്ന ആന ഈ ചിറക്കൽ കാളിദാസനാണ്. വളരെ ചെറിയ ആനയാ. ഇത് ആ സമയത്ത് കണ്ടെടുത്ത ഫോട്ടോ ആണ്. അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങള് മാക്സിമം അറിയാതിരിക്കാനൊക്കെ പഴയ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ജയറാമേട്ടൻ പിടിക്കുവാ.